السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. ഏറെ സ്നേഹനിധികളായ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ജിദ്ദയിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്ര മനോഹരമായ ഒരു ഒത്തുചേരൽ, വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയ ഈ കാലത്തെ എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് നമ്മെ ഓരോരുത്തരെയും പരിശീലിപ്പിക്കുന്ന ഒരു മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് ലഭിക്കുന്ന ഒരു ഹോണറായി ഞാൻ കാണുകയാണ്. അൽഹംദുലില്ലാ. ഞാൻ ഈ പരിപാടിക്ക് വരുമ്പോൾ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം സാഹിബും ജൗഹർ മുനവറും ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. ആ യാത്രയിൽ ഞങ്ങൾ പങ്കുവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളിൽ പ്രധാനമായ ഊന്നൽ ഈ സമ്മേളനത്തിൻ്റെ സവിശേഷമായ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചായിരുന്നു. അൽഹംദുലില്ലാ, ഇവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞതിനേക്കാളും മനോഹരമായിരിക്കുന്നു ഈ ഒത്തുചേരൽ എന്ന് ഞാൻ അനുഭവിച്ച് അറിയുകയാണ്. അൽഹംദുലില്ലാ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം വളരെ ചെറുതാണ്, ചെറിയ യാത്രയാണ്. ആ യാത്രയുടെ ഒരു കാലത്ത് നാം കടന്നു പോകുന്ന ഈ ഘട്ടത്തെക്കുറിച്ചും അതിൻ്റെ സമാനതകളില്ലാത്ത പുതിയ ഇന്നൊവേഷനുകളെക്കുറിച്ചുമൊക്കെ മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്താണ് മനുഷ്യൻ മിസ് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അബ്ദുള്ള ബാസിൽ പറഞ്ഞു വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ എപ്പോഴും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ മാറ്റങ്ങളെ മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നത് പ്രധാനമാണ്. നാം വളരെ ലളിതമായി കേട്ടുകൊണ്ടിരിക്കാറുള്ള ഒരു പദമാണ് പുരോഗമനം എന്നുള്ളത്. പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും പുരോഗമനം എന്ന് പറയുന്നത് പുതിയ ആശയങ്ങളെ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പുതിയ മാറ്റങ്ങളെയും അതനുസരിച്ചുണ്ടാകുന്ന ജീവിതക്രമങ്ങളെയുമാണ്. എങ്കിൽ ഇന്ന് പറയപ്പെടുന്ന പൊതുബോധം സംസാരിക്കുന്ന പുരോഗമനം നമ്മുടെ എല്ലാം സമൂഹത്തിൽ എന്താണ് സൃഷ്ടിക്കുന്നത്? മനുഷ്യൻ എന്താണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്? ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ എന്നെ ഏറെ സ്പർശിച്ച ഒരു കാര്യമുണ്ട്. മനുഷ്യരെപ്പോഴും അഭിരമിക്കാൻ ആഗ്രഹിക്കുന്ന ആസ്വാദനത്തിൻ്റെ സെലിബ്രേഷൻസ് ഉണ്ട്. മനുഷ്യനെപ്പോഴും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതം ഒരു സെലിബ്രേഷനാണ് എന്നുള്ളതാണ്. എന്താണ് സെലിബ്രേഷൻ? ജീവിതത്തിലെല്ലാം നമുക്ക് ലഭ്യമാവുക, ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. ഞാൻ ഈയിടെ US യാത്ര ചെയ്യേണ്ടായി. അമേരിക്കയിലെത്തിയപ്പോൾ എനിക്ക് വലിയ കൗതുകമായി. അതിലേറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് അമേരിക്ക നേടിയിട്ടുള്ള ഏറ്റവും വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. പ്രത്യേകിച്ചും ഒരു MLA എന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ നിന്ന് അമേരിക്കയിലെത്തിയപ്പോഴുള്ള മാറ്റം വളരെ സന്തോഷകരമായ കാഴ്ചയായിരുന്നു. അവരുടെ പ്ലാനിങ്, അവരുടെ റോഡുകളുടെ മെച്ചം, ആ റോഡുകളുടെ ഡ്രൈനേജ് സിസ്റ്റം, എത്ര കാലം മുമ്പാണ് അവർ അതിനാലോചിച്ചതെന്നും എത്ര മനോഹരമായി അവർ നിർമ്മിച്ചതെന്നും എനിക്ക് കാണാൻ സാധിച്ചു. നല്ല വീതിയുള്ള റോഡുകളാണ്. ഞാൻ ഡാലസിലെ ടൈലറിലെ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള റോഡുകൾ, അതിവീതി കൂടിയ റോഡുകൾ എനിക്ക് കാണാൻ സാധിച്ചു. നിരവധിയായ എയർപോർട്ടുകൾ കാണാൻ കഴിഞ്ഞു. കൊച്ചു കൊച്ചു വിമാനത്താവളങ്ങൾ, മനുഷ്യനെപ്പോഴും യാത്ര സുഗമമാക്കുന്ന
എത്രയോ വികസനങ്ങൾ. കെട്ടിടങ്ങളെക്കുറിച്ച് കാണുമ്പോൾ ന്യൂയോർക്കിലെത്തിയപ്പോൾ എന്നെ വിസ്മയിപ്പിച്ച കാര്യം, അവിടെ ട്വിൻ ടവർ അല്ലാതെ പുതിയതൊന്നും അവർ നിർമ്മിച്ചിട്ടേയില്ല. അവർ നിർമ്മിച്ചത് 200 കൊല്ലം മുമ്പുള്ള ഏറ്റവും നല്ല എൻജിനീയറിംഗ് ഉപയോഗിച്ചാണ്. അവർ ഭാവനയിൽ കണ്ടത് 200 കൊല്ലത്തേക്ക് നിലനിൽക്കേണ്ട റോഡുകളെക്കുറിച്ചാണ്, കെട്ടിടങ്ങളെക്കുറിച്ചാണ്, വിമാനത്താവളങ്ങളെക്കുറിച്ചാണ്, റെയിൽവേയെക്കുറിച്ചാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പുതിയ കാലത്തെ ഏറ്റവും വലിയ ബില്യണേഴ്സിൽ ഒരാളായിട്ടുള്ള എലാൻ മസ്ക് ആലോചിക്കുന്നത് ഏറ്റവും വേഗത കൂടിയ വാഹനങ്ങളെക്കുറിച്ചാണ്. സ്പീഡ് എന്ന് പറയുന്നത് വിമാനത്തിൻ്റെ വേഗത്തിലേക്ക് ട്രെയിനിനെ കൊണ്ടുപോവുക എന്നത് അവരാലോചിക്കുന്നു. 29 മിനിറ്റുകൾ കൊണ്ട് ന്യൂയോർക്കിൽ നിന്ന് വാഷിങ്ടൺ DC എത്താൻ കഴിയുന്ന ട്രെയിനിനെ കുറിച്ച് അവർ ആലോചിക്കുന്നു. അമേരിക്കക്കാർക്ക് എല്ലാം ഉണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ച് ദിവസം അവിടെ താമസിച്ചപ്പോൾ മനസ്സിലായത് അമേരിക്കക്കാർക്ക് ആരുമില്ല എന്നുള്ളതാണ്. അമേരിക്കക്കാർക്ക് എല്ലാം ഉണ്ട്, പക്ഷേ അമേരിക്കക്കാർക്ക് ആരുമില്ല എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് ഇന്ന് ബാസിൽ പറഞ്ഞ ആ ലിബറൽ സ്വഭാവത്തെ, അല്ലെങ്കിൽ ലിബറലിസം എന്ന് നമ്മൾ വിളിക്കുന്ന തോട്ട് എത്രമാത്രം പുരോഗമനരഹിതമാണ് എന്ന് നമ്മുടെ മനസ്സിന് ബോധ്യമാകുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മനുഷ്യൻ ആത്യന്തികമായി വേണ്ടത് എന്താണ്? എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഹാപ്പിയാകണം, സന്തോഷം വേണം. 2, നമുക്ക് മനസ്സമാധാനം വേണം. നിങ്ങളുടെ മെറ്റീരിയലായിട്ടുള്ള എല്ലാ സുഖസൗകര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുമ്പോഴും നിങ്ങൾ ആന്തരികമായി നഷ്ടപ്പെടുന്ന മഹാശൂന്യതയുണ്ടല്ലോ, തകർത്ത് കളയും, നിങ്ങളെ തകർത്ത് കളയും. അമേരിക്കയും യൂറോപ്പും ചവച്ചു തുപ്പിയത് മലയാളി കുട്ടികൾ, പെൺകുട്ടികൾ എടുത്തുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പുരോഗമനെന്ന് വിളിച്ച് അധിക്ഷേപിക്കരുത് എന്ന് മാത്രമേ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളൂ. അത് പുരോഗമനമല്ല, അത് പിറകോട്ട് നടക്കലാണ്. മനുഷ്യൻ ആർജിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ഈ കുടുംബസംഗമത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗാതുരനായി കിടക്കുന്ന ഘട്ടത്തിൽ ഈ ഭൂമിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയാൻ പോകുന്ന ഘട്ടത്തിൽ അവസാനമായി ആ ചുണ്ടുകൾ മന്ത്രിച്ച ഒരു വാക്കുണ്ട്: നിങ്ങളുടെ കുടുംബത്തെ നോക്കണേ. ഫാമിലി മാറ്റേഴ്സ്. കുടുംബമാണ് പ്രധാനം. കുടുംബം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നിങ്ങൾ ഈ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ കുടുംബമില്ലെങ്കിൽ നിങ്ങൾ അമേരിക്കക്കാരാകും. അമേരിക്കയിൽ 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അവർ പുറത്താക്കുകയാണ്. അനാഥത്വം ആരംഭിക്കുന്നത് ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതോടെയാണ്. എന്തൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. ആരാണ് അവർക്കുള്ളത് എന്നത് പ്രധാനമാണ്. അവർ ലിവിങ് ടുഗെദറിന് പോവുകയാണ്. അവരുടെ കാമുകിയെ തേടുകയാണ്, കാമുകനെ തേടുകയാണ്. പക്ഷേ അവർ ജീവിതത്തിൽ നിന്ന് പുറത്താവുകയാണ്. ഒരു വലിയ പ്രശ്നമാണത്. നമ്മുടെ ഈ കാലം ആവശ്യപ്പെടുന്ന സാങ്കേതിക വിപ്ലവങ്ങളുടെ മഹാ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുണ്ട്. ലോൺലിനെസ് ഇസ് എ മേജർ ഇഷ്യൂ. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിഷാദരോഗത്തിലേക്കും ദുഃഖങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും നയിക്കുന്ന ആദ്യത്തെ കാര്യം ലോൺലിനെസ്സാണ്. ഇന്നത്തെ തലമുറയെ വേട്ടയാടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലോൺലിനെസ്സാണ്. ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടു പോവുക, എല്ലാവർക്കിടയിൽ നിൽക്കുമ്പോഴും നമ്മൾ ഒറ്റക്കാവുക. ആ ലോൺലിനെസ് എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ കഴിയുക? ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ മാനസിക പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഫാമിലി എന്ന തിരിച്ചറിവാണ് ഇന്ന് നമുക്കുണ്ടാവേണ്ടത്. കുടുംബമാണ് പ്രധാനം, വളരെ വളരെ പ്രധാനമാണ്. ടെക്നോളജി എത്ര മാറിയിട്ട് എന്താണ്, വേഗത എത്ര കൂടിയിട്ട് എന്താണ്? ഇന്ന് വേഗതയുടെ ഏറ്റവും അപാരമായ ഈ പോക്ക് മനുഷ്യനിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമ്മളൊക്കെ ഫാസ്റ്റാണ്. ടെക്നോളജി കണ്ടുപിടിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്, ഫാസ്റ്റാണ്.
വിമാനങ്ങൾ ശബ്ദവേഗത്തിൽ നിന്ന് അതിൻ്റെ യാത്രയുടെ ദൈർഘ്യം ശബ്ദവേഗത്തിൽ നിന്ന് പ്രകാശവേഗത്തിലേക്ക് കുതിക്കുകയാണ്. വലിയ മാറ്റം വരാൻ പോവാണ്. റോക്കറ്റുകളുടെ വേഗം മാറുകയാണ്. ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരികയാണ്, 3D പ്രിൻറ്റിംഗ് വരികയാണ്, അതുപോലെ തന്നെ ബ്രെയിൻ കമ്പ്യൂട്ടർ വരികയാണ്. AI അതിൻ്റെ എല്ലാ മേഖലകളും വിട്ട് ഇപ്പോൾ വലിയ ഇടങ്ങേറിലാണ്. കാരണം ഇനി ഇമോഷണൽ ഇൻ്റലിജൻസോട് വന്നാൽ നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് ഡിവൈസുകൾ പറയും. വലിയ പ്രശ്നമാണ്. വലിയ എത്തിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴാണ് ലോകത്ത് വലിയ എത്തിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണ്. ഈ എത്തിക്കൽ പ്രോബ്ലംസിനിടയിൽ കുട്ടികളെ, നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് നാം സംരക്ഷിക്കേണ്ടത് എന്ന ഒരു വലിയ ചിന്തയാണ് ഈ ഒരു വലിയ സമ്മേളനം കൊണ്ടുവരേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. നമുക്കൊരിക്കലും ഈ വേഗത കുറക്കാൻ കഴിയില്ല. ലോകം മുന്നോട്ട് പോകുന്ന വേഗത്തെ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയില്ല. നമുക്ക് പുറകോട്ട് പോകാൻ കഴിയുന്നില്ല. ഇതിൽ നിന്നൊന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല, മാറി നിൽക്കാൻ പാടില്ലതാണ്. കാരണം ടെക്നോളജി എന്ന് പറയുന്നത് അത് അഡ്വാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അഡ്വാൻസ്മെൻറ്റിൽ നിന്ന് ഇല്ല ഞാൻ ഇൻഡിഗോ വിമാനത്തിൽ കയറുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? അത് കഴിയില്ല. വിമാനത്തിൽ നമുക്ക് കയറേണ്ടി വരും, യാത്ര നമുക്ക് ചെയ്യേണ്ടി വരും. റോക്കറ്റ് വന്നാൽ അതിലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഇനി ചൊവ്വയിലേക്ക് മനുഷ്യൻ പോയാൽ ഇപ്പം തന്നെ എലോൺ മസ്കിന് ആളുകൾ അഡ്വാൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 ഏക്കറേ 3 ഏക്കറേ അല്ല, ചൊവ്വയിൽ എത്ര ലാൻഡ് വേണമെങ്കിലും വിൽക്കാൻ തുടങ്ങുകയാണ്. നമുക്കും ചിലപ്പം വാങ്ങേണ്ടി വരും, പോവേണ്ടി വരും. പക്ഷേ ഈ വേഗത്തെ മറികടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് സാധിക്കും. ഈ വേഗത്തിൻ്റെ കാലം നമ്മൾ റദ്ദാക്കി കളയുന്നത് നമ്മുടെ ഓർമ്മകളെയാണ്. ഓർമ്മകളെ റദ്ദാക്കി കളയുന്നു. ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഒരു കുട്ടിയുടെ ഓർമ്മയുടെ ദൈർഘ്യം ഒരു റീലിൻ്റെ ദൈർഘ്യമാണ്. ഒരു റീലിൻ്റെ ദൈർഘ്യമാണ് 30 സെക്കൻഡാണ്. അതിൻ്റെ ബാക്കിലുള്ളത് ഒന്നും ഓർമ്മയില്ല. നമ്മൾ പറയാറുണ്ട് വന്ന വഴി മറക്കരുത് എന്ന്. വന്ന വഴി പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പം തന്നെ ഓർമ്മയില്ലാത്ത കുട്ടികളാണ് നമ്മളെ കാലത്ത്. എന്താണ് പ്രശ്നം? ഈ വേഗത്തിലേക്ക് നമ്മളെ തള്ളിവിടുമ്പോൾ നമ്മളെ വിച്ഛേദിക്കുന്നത് കഴിഞ്ഞ കാലത്തെയാണ്. കുടുംബം യഥാർത്ഥത്തിൽ ആ വിച്ഛേദനങ്ങളെയാണ് വീണ്ടെടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുടുംബം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യം ഒരു സെക്യൂരിറ്റിയാണ്. നമ്മൾ ഒറ്റക്കല്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തിയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ഈ സമൂഹം നേരിടുന്ന മഹാദുരന്തത്തെ മറികടക്കാൻ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള മതമാണ്, വിശ്വാസമാണ്. നമുക്ക് അല്ലാഹു മതി എന്ന വിശ്വാസമാണ്. ഞങ്ങൾ ഇന്നലെ ഉംറ നിർവഹിച്ചു വരുമ്പോൾ ഹാരിസ് ബിൻ സലീം സാഹിബ് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. എല്ലാം ചെയ്തു തരാൻ കഴിയുന്ന ഒരാൾ നമ്മളെ കൂടെ ഇങ്ങനെ നടക്കുക. എന്നിട്ട് എന്തിനാണ് നിങ്ങളൊന്നും നമുക്ക് ചെയ്തു തരണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മാറി സഞ്ചരിക്കുന്നത്? ലാ തഹസൻ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. ഇന്നല്ലാഹ മഅന, അല്ലാഹ് കൂടെയുണ്ട്. നമുക്ക് അല്ലാഹു പറഞ്ഞു തന്ന വഴി നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊരു തുറന്നിട്ട ജീവിതം നയിക്കുകയാണ്, ഒരു തുറന്നിട്ട ലോകത്തിലാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി നമ്മുടേതായി ഒന്നുമില്ല എന്നുള്ളതാണ്. എല്ലാ സ്വകാര്യതകളും അസ്തമിച്ചു പോയിരിക്കുന്നു. ഇനി മനുഷ്യൻ്റെ കയ്യിൽ നിങ്ങൾക്കും എനിക്കും സ്വകാര്യതകളേ ഇല്ല. ദർ ഇസ് നോ പ്രൈവറ്റ് ലൈഫ് അറ്റ് ഓൾ. നമുക്കാർക്കും ഒരു സ്വകാര്യ ജീവിതമില്ല. നമ്മൾ ഇതിലൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ ഫേസ്ബുക്ക് പറയും. ഇപ്പോൾ റക്കീബും അക്കീദും ഒക്കെ എഴുതുന്നതിനെ പറ്റി നമ്മളിങ്ങനെ ആകെ കൗതുകപ്പെട്ട മനുഷ്യന്മാർ ആകെ ഹലാക്കായി നിൽക്കുകയാണ്. കാരണം ഇതെല്ലാം വളരെ കൃത്യമാണ്, നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മനസ്സ്, വിചാരങ്ങൾ എല്ലാം ഇനി ഡിവൈസുകൾ മനസ്സിലാക്കുക. ഈ ഡിജിറ്റൽ ഇറയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഡിജിറ്റലായിട്ടുള്ള ഉപകരണങ്ങൾ നമ്മുടെയും എല്ലാവരുടെയും ആലോചനകൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ AI മിറർ വരാൻ പോവാണ്. ഇപ്പോൾ ഓൺലൈൻ കച്ചവടത്തിൻ്റെ ഒരു കാലമാണല്ലോ, എല്ലാം ഓൺലൈനിൽ ബുക്ക് ചെയ്യാണ്. ഇപ്പോൾ AI മിറർ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങളിനി ഷോപ്പിൽ പോകാതെ നിങ്ങൾക്ക് ഡ്രസ്സ് ഇട്ട് നോക്കാൻ നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് തന്നെ ഡ്രസ്സ് ഇട്ട് നോക്കാം. അത് സൈസ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കണമെങ്കിൽ, അതിൻ്റെ വിഡ്ത്ത് കുറയ്ക്കണമെങ്കിൽ നമുക്ക് തന്നെ പറ്റും. AI മിറർ വരികയാണ്.
അങ്ങനെ ലോകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ടെക്നോളജിയുടെ മാറ്റാണ്. അപ്പോഴും വേഗം എന്ന് പറയുന്നത് കൂടി വരുമ്പോൾ ഏറ്റവും വില കൂടിയത് എന്താണ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ടൈം. ഇനിയുള്ള കാലത്ത് ലവ് എന്ന് പറഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടൈം. സമയമാണ് ഇനി സ്നേഹം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപകരണങ്ങളുടെയും പേരിലല്ല, ഒരു ഡിവൈസിൻ്റെയും പേരിലല്ല, ഒരു ഡിജിറ്റൽ ഉപകരണത്തിൻ്റെയും പേരിലല്ല നാളെ നിങ്ങളെ അവർ ഓർമ്മിക്കുക. പകരം നിങ്ങൾ കൊടുക്കുന്ന അനുഭവങ്ങളുടെയും സമയത്തിൻ്റെയും പേരിൽ മാത്രമായിരിക്കും. ഈ കുടുംബസംഗമത്തിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന മനുഷ്യന് നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ് ടൈമാണ്. ദാറ്റ് ഈസ് വാല്യബിൾ ഗിഫ്റ്റ്. ഞാനിവിടുന്ന് ചോദിക്കട്ടെ, നമുക്ക് എങ്ങനെയാണ് ഒരാളെ ഓർമ്മിക്കാൻ കഴിയുന്നത്? ഓർമ്മിക്കാൻ, ഞാൻ ഒരാളെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരാളെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഒരു അനുഭവത്തിൻ്റെ പേരിലായിരിക്കും, അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിനിടയിൽ അയാൾ സമ്മാനിച്ച ഒരു അനുഭവത്തിൻ്റെ പേരിലാണ് നാം ഓർമ്മിക്കപ്പെടുക, അയാളെ ഓർമ്മിക്കുക. അപ്പം നിങ്ങൾ ഓർമ്മിക്കപ്പെടണമെങ്കിൽ, ഞാൻ ഓർമ്മിക്കപ്പെടണമെങ്കിൽ എന്താണ് നാം കൊടുക്കേണ്ടത്? അനുഭവങ്ങളാണ്. അനുഭവങ്ങളുടെ പേരിൽ മാത്രമേ മനുഷ്യൻ ഓർമ്മിക്കപ്പെടുകയുള്ളൂ. നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? നമ്മൾ കൊടുക്കേണ്ടത് അനുഭവങ്ങളാണ്. ഈ പുതിയ കാലത്തെ എല്ലാ ചതിക്കുടികളെക്കുറിച്ചും ഇവിടെ സംസാരിക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുട്ടിയും തെറ്റായ വഴിയിൽ പോവില്ല. ആ കുട്ടിക്ക് വാപ്പ കൊടുക്കേണ്ട സമയം ആ കുട്ടിക്ക് കൊടുക്കുമെങ്കിൽ ഒരു കുട്ടിയും മോശമാവില്ല. ഞാൻ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളാണ്. ഈ പുതിയ തലമുറയിലെ ഒരുപാട് നിരാശാജനകമായ വർത്തമാനങ്ങൾക്കിടയിലും പ്രത്യാശ പകരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനം നമ്മുടെ, പ്രത്യേകിച്ചും നമ്മളിപ്പോൾ പറയുന്ന അൽഫ ജനറേഷൻ ആവട്ടെ, ജെൻ സെഡ് ആവട്ടെ, പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മൾ നന്നായി ഫീഡ് ചെയ്ത് കൊടുത്താൽ ആ ഫീഡ്ബാക്ക് നമുക്കും കിട്ടും. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ കുട്ടികളെ നിങ്ങൾ കൊടുക്കേണ്ടത് അവർക്ക് ടൈം കൊടുക്കുക, അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ കുടുംബത്തിലെ അംഗങ്ങൾ ചിന്തിക്കണം, എങ്ങനെയാണ് ഒരു ഹാപ്പി ഫാമിലി ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നമ്മൾ ഹാപ്പിനെസ് കൊടുക്കുന്നത്? ഹാപ്പിനെസ് കൊടുക്കണമെങ്കിൽ നമ്മളൊക്കെ, ആ കുടുംബം, നമ്മളൊക്കെ വീട്ടിലേക്ക് പോകുമ്പം എന്ത് ഹാപ്പിനെസ്സാണ് നമ്മൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്ത് ഹാപ്പിനെസ്സാണ് നാം കൊണ്ടുപോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നാം ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉപ്പ ചിന്തിച്ചിട്ടുണ്ടോ? ഉമ്മ ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആണ്ടർദിക്ക് താങ്ക്സ് ഗിവിങ് കൊടുക്കുന്നു എന്നാണ് ഇംഗ്ലീഷുകാർ പറയുക. അവരുടെ ലിബറലിസത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്തെന്നറിയോ? അവരെല്ലാം നഷ്ടപ്പെട്ടവരായിപ്പോയി, കുട്ടികളില്ലാതെയായി. നമ്മുടെ നാട്ടിൽ മുഴുവൻ ഇപ്പം തഴച്ചു വളരുന്നത് സ്റ്റഡി അബ്രോഡുകളാണ്. സ്റ്റഡി അബ്രോഡ് മാറി വർക്ക് അബ്രോഡ് എന്നുള്ളത് മൈഗ്രേഷനിലേക്ക് മാറി, അല്ലേ? നമ്മളിപ്പോൾ ജിദ്ദയിൽ വന്നാൽ നാളെ നമുക്കൊരു സ്വപ്നമുണ്ട്, നാട്ടിലേക്ക് തിരിച്ചു പോകണം, നമുക്ക് തറവാട് അവിടെ ഉണ്ട്, വീട് അവിടെ ഉണ്ട്, കുട്ടികളുണ്ട്, കൂട്ടുകുടുംബമുണ്ട്. കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവൻ ആദ്യം തന്നെ PR ആണ് സ്വപ്നം. ഓൻ പിന്നെ തിരിച്ചേ വരുന്നില്ല. എന്താ, യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും UK-യിലേക്കും അതുപോലെ കാനഡയിലേക്കും ഒക്കെ പോകുന്ന ആളുകളുടെ പ്രശ്നം എന്താണ്? അവിടെ മനുഷ്യരില്ല. എങ്ങനെ മനുഷ്യരില്ലാതായി? എങ്ങനെയാണ് അവിടെ മനുഷ്യരില്ലാതായത്? ഫാമിലി വിതറവേ, ആ കുടുംബം തകർന്നുപോയി, അത് വിച്ഛേദിക്കപ്പെട്ടു പോയി. ഫാമിലി അങ്ങ് പൊളിഞ്ഞപ്പം, ഫാമിലി പൊളിയാന്ന് പറഞ്ഞാൽ ഇത് എൻ്റെയും നിങ്ങളുടെയും പ്രശ്നമല്ല, ഇസ്ലാമിൻ്റെ പ്രശ്നവുമല്ല. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഇതൊരു വലിയ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നമാണ്. ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. ലിബറലിസം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഇഷ്യൂവേ അല്ല. ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്, ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. പൊളിറ്റിക്കലായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവേണ്ട കാര്യമാണ്. ഒരു രാജ്യത്തിന് മനുഷ്യന്മാരില്ലാതാവുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ചൈന ലോകത്തൊരു കാലത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു. പക്ഷേ
ഇന്ന് ചൈന ഒരു കുട്ടി മതി, കുട്ടികളെ വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഒരു കുട്ടി മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ചൈന നേരെ തിരിച്ച് അവർക്ക് കുട്ടികൾ വേണമെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യന്മാരതിന് സമ്മതിക്കുന്നില്ല. മനുഷ്യന്മാർ പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഇനി പറ്റൂല എന്ന്. അവർക്കിതൊക്കെ മറന്നുപോയി. മനുഷ്യനെ ഈ ഒരു വ്യവസ്ഥയിൽ നിന്ന് വിച്ഛേദിക്കുമ്പോൾ ലോകത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ആ രാഷ്ട്രമേ തകർന്നു പോവാണ്. ഇന്ത്യൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സാണ്, HR ആണ്. ഒരു ലോകത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ്? നമ്മൾ വിചാരിക്കും ഈ ടെക്നോളജിക്ക് എങ്ങനെ വളരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി മനുഷ്യനൊന്നും വേണ്ട, പാത്രം കഴുകാൻ റോബോട്ട് ഉണ്ടാവും, ടേബിൾ ക്ലീൻ ചെയ്യാൻ റോബോട്ട് ഉണ്ടാവും, റൂം വൃത്തിയാക്കാൻ റോബോട്ട് ഉണ്ടാവും എന്നൊക്കെയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഈ റോബോട്ടിനെ ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ തലച്ചോറില്ലെങ്കിൽ എന്തുണ്ടാവും? ദർ വിൽ നോട്ട് ബി എനി ഇന്നോവേഷൻസ് അറ്റ് ഓൾ. ഒന്നും ലോകത്ത് സംഭവിക്കില്ല. ഇതെല്ലാം സംഭവിക്കുന്നത് മനുഷ്യൻ്റെ ബ്രെയിനാണ്. അതാണ് ഏറ്റവും വലിയ ശക്തമായ കാര്യം. അള്ളാഹു മനുഷ്യനെക്കുറിച്ച് പറയുന്നത് തന്നെ സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമമായ സൃഷ്ടിയാണ്. ഇതിന് പകരം വെക്കാൻ ഒരു റോബോട്ടും വരില്ല. മനുഷ്യൻ്റെ ഇൻ്റലിജൻസിന് പകരം വെക്കാൻ ഒരു റോബോട്ടും ലോകത്ത് വരില്ല, മനുഷ്യനേ ഉണ്ടാവുള്ളൂ. അപ്പം ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശേഷി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സാണ്, മാനുഷിക വിഭവമാണ്. എന്തിനാണ് നമ്മുടെ കുട്ടികളെ കാനഡ ചോദിക്കുന്നത്? എന്തിനാണ് നമ്മളുടെ കുട്ടികളെ UK ചോദിക്കുന്നത്? എന്തിനാണ് നമ്മളുടെ കുട്ടികളെ യൂറോപ്പ് ചോദിക്കുന്നത്? ദേ വാണ്ട് ഹ്യൂമൻ റിസോഴ്സ്. അവർക്ക് ഹ്യൂമൻ റിസോഴ്സ് വേണം. ഇപ്പം അടുത്ത് മാത്യു കുഴൽനാടൻ നിയമസഭയിലൊരു ഗംഭീരമായ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. മൈഗ്രേഷനെ കുറിച്ചായിരുന്നു. അതിന് മാത്യു പറഞ്ഞൊരു കഥ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ആ കഥ. മാത്യുവിൻ്റെ വീട്ടിനടുത്തൊരു പയ്യന്, ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പയ്യൻ കാനഡയ്ക്ക് പോവാണ്. അങ്ങനെ കാനഡയിൽ പോയി നോക്കുമ്പോൾ അവന് കെയർ സെൻറ്ററിലാണ് ജോലി. അവൻ്റെ ഇവിടുത്തെ സ്ഥിതി എന്താണ്? അവൻ്റെ അപ്പനും അമ്മയും മാത്രമാണ് വീട്ടിൽ. ഒരേ ഒരു മോനാണ്. ഉള്ള മോൻ എങ്ങോട്ട് പോയി? കാനഡയ്ക്ക് പോയി. എന്തിനാ പോയത്? ആരാൻ്റെ അപ്പനെയും അമ്മനെയും നോക്കാൻ. ഇവിടെ ഒരു ബംഗാളിനാക്കി ഓൻ്റെ അപ്പനെയും അമ്മനെയും നോക്കാൻ. ഇതാണ് സ്ഥിതി. ഞാൻ ചോദിക്കുന്നത്, ഈ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ കൊടുക്കുകയാണ്, അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ്? അവിടെ മനുഷ്യരെ ഇല്ലാതായി, യുവാക്കളെ ഇല്ലാതായി. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും വയസ്സായി. അവിടെ ഒക്കെ ഒരു 50 above, 60 above, 70 above മനുഷ്യന്മാരാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു രാജ്യത്ത് ഉണ്ടാക്കണമെങ്കിൽ ചെറുപ്പക്കാർ വേണ്ടേ? ആ ചെറുപ്പക്കാരെ നമുക്ക് പോയി. അതുകൊണ്ട് നമ്മളുടെ രാജ്യത്തെ രക്ഷിക്കാൻ, ഇസ്ലാമിനെ നമ്മളാരും രക്ഷിക്കേണ്ട, അത് അള്ളാഹ് രക്ഷിച്ചോളൂ, അല്ലേ? നമ്മളൊന്നും ആവശ്യമുണ്ടോ? ഉണ്ടോ? സീതലപ്പി അടക്കം ഇവിടെ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. നമ്മളൊരാവശ്യമില്ല, അത് അള്ളാഹു നോക്കിക്കോളും. ഇതിനൊരു കുഴപ്പം വരില്ല. അത് പഠിച്ചവൻ്റെ ദീനാണ്, അള്ളാഹ് കാത്തോളും. എന്നാൽ നമ്മൾ രാജ്യം കാക്കണമെങ്കിൽ നിങ്ങൾ കുടുംബത്തെ തിരിച്ചുകൊണ്ടുവരണം. ഇത് മുസ്ലിമിൻ്റെ പ്രശ്നമല്ല, ഇത് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും മാത്രം പ്രശ്നമല്ല, രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. രാജ്യം വേണമെങ്കിൽ ലിബറലിസം തോൽക്കണം. ഈ ലിബറലിസത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ വലിയ ചാപ്പകുത്തലാണ്. ഇതെന്താണ്? തീവ്രവാദികളാണ് സംസാരിക്കുന്നത്, മതമൗലികവാദികളാണ് സംസാരിക്കുന്നത്, പുരോഗമനത്തിനെതിരായിട്ട് നിൽക്കുന്നവരാണ് സംസാരിക്കുന്നത്, വലിയ താടി വെച്ച പിന്തിരിപ്പന്മാരാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവരോടൊക്കെ പറയട്ടെ, ഈ പുരോഗമന പുങ്കവന്മാരോട് പറയട്ടെ, നിങ്ങളെ രാജ്യം വേണമെങ്കിൽ ലിബറലിസത്തെ തോൽപ്പിക്കണമെന്നാണ് ഈ ഉസ്താദുമാർ പറയണത്. അതാണ് കാര്യം. അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. ഫാമിലി നമ്മുടെ കേന്ദ്ര ബിന്ദുവാക്കണം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി നമ്മളോട് ഉപദേശിച്ച ആ കുടുംബത്തെ നാം വീണ്ടെടുക്കണം. അവിടാണ് ഹാപ്പിനെസ് ഉള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടൂ. അതൊരു മസ്കനാണ്. നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ ആശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. അവിടെയാണ് മവദ്ദത്തുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും വലിയ സ്നേഹമുള്ളത്, സ്നേഹം ലഭിക്കുന്നത് അവിടെയാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, വിജയം എന്ന് പറയുന്നത് കുടുംബത്തിലാണ് ഉണ്ടാവേണ്ടത്. ഒരു കുടുംബം കൂടുമ്പോഴല്ലേ സമൂഹം ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും പറയല്ലേ, വീട് നന്നാക്കാൻ ആള് നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ട് എന്തു കാര്യമാണ്? അവനാൻ്റെ കുടിയിൽ കുഴപ്പമാണെങ്കിൽ അവൻ പിന്നെ നാട് മുഴുവൻ നന്നാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ആദ്യം അവൻ്റെ കുടുംബം നോക്കണം. കുടുംബം വികസിച്ചാണ് സമൂഹം ഉണ്ടാവുന്നത്, സമൂഹം വികസിച്ചാണ് രാജ്യം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
കുട്ടികളെ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമ്മളെ വാപ്പനെയും ഉമ്മനെയും നമ്മൾ നോക്കി കാണിച്ചിട്ടാണ്. കുട്ടികൾ കണ്ടേ പഠിക്കും. ഞാനിപ്പോൾ പറഞ്ഞ ജെൻസെറ്റിൻ്റെ സ്വഭാവം എന്താണെന്നറിയോ? ദേ ആർ എക്സ്പീരിയൻസിങ് എവറിത്തിങ്. അവരെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയാണ്. നിങ്ങളെ വാപ്പനെയും ഉമ്മനെയും ശരിയാക്കുകയാണെങ്കിൽ ആ കുട്ടി അതിൻ്റേക്കും വേഗം നിങ്ങളെ എത്തിങ്കാനയിലാക്കും. കാരണം അവൻ കണ്ടുപഠിക്കുന്നത്, അവൾ കണ്ടുപഠിക്കുന്നത് ഈ എക്സ്പീരിയൻസാണ്. ഫാമിലിയിലാണ് നമ്മളെല്ലാം തുടങ്ങേണ്ടത്. നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പം ഞങ്ങളൊക്കെ വലിയ രാഷ്ട്രീയക്കാരാണ്, ഞങ്ങൾക്കൊക്കെ ഒരുപാട് തിരക്കുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ മക്കളെ ഒരു ദിവസം ഒരിക്കലെങ്കിലും വിളിക്കാതെ ഒരു സ്ഥലത്തേക്കും പോകാറില്ല. നമ്മളെ മക്കൾക്ക് നമ്മളല്ലാണ്ട് ആര് സമയം കൊടുക്കും? നമ്മളെ ഭാര്യനെ നമ്മളല്ലാണ്ട് ആര് വിളിക്കും? നമ്മൾ വിളിക്കുന്നില്ലേ വേറെ ആരെയും വിളിക്കുന്നതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ ടൈം കൊടുക്കണം. അത് വളരെ വളരെ പ്രധാനമായ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾക്ക് ഇപ്പോൾ ഫിസിക്കൽ നീഡല്ല വേണ്ടത്, ഇമോഷണൽ നീഡാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിവരയിടേണ്ട കാര്യം, നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇമോഷണൽ നീഡാണ്. ഇപ്പം എല്ലാവർക്കും ഐഫോണുണ്ട്, എല്ലാവർക്കും ഐ വാച്ച് ഉണ്ട്, എല്ലാവർക്കും നല്ല ബ്രാൻഡ് ഷർട്ടുണ്ട്. ആൾക്കാർക്കില്ലാത്തത് ഇമോഷണൽ പോവർട്ടിയാണ്. ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം വൈകാരികമായ ദാരിദ്ര്യമാണ്. ഈ വൈകാരിക ദാരിദ്ര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ആർക്കാണ് കഴിയുക? നമുക്കേ കഴിയുള്ളൂ. മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. എത്ര ലോകത്ത് പുരോഗമനമുണ്ടായാലും മനുഷ്യൻ്റെ വൈകാരികത എന്ന് പറയുന്നത് അത് മനുഷ്യനകത്ത് അനുഭവിക്കുന്ന ഒരു സാധനമാണ്. ആ ദാരിദ്ര്യം ഇല്ലാതാക്കണം. നമ്മുടെ വീട് ദരിദ്രമാകരുത്. നമ്മളുടെ വീട് ദരിദ്രമാകരുത്. ഇമോഷണൽ പോവർട്ടി നമ്മളുടെ വീട്ടിലുണ്ടാവരുത്. നമ്മളുടെ വീട് ഒരിക്കലും ദരിദ്രമാകരുത്. നിങ്ങളെല്ലാ ഫിസിക്കലായ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടും എല്ലാ സുഖ സൗകര്യങ്ങൾക്കും ഇടയിൽ നിന്ന് പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഒളിച്ചോടുന്നത്? ദേ നീഡ്സ് ഇമോഷണൽ സപ്പോർട്ട്, ദേ ലാക്സ് ഇമോഷണൽ സപ്പോർട്ട്. നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി കുഴപ്പത്തേക്ക് ചാടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുട്ടിക്ക് ആവശ്യമുള്ള ഇമോഷണൽ നീഡിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു വീട്ടിൽ കുഴപ്പമുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ വീട്ടിലെ കുഴപ്പത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ അവിടുത്തെ ഇമോഷണൽ നീഡിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, നമുക്കൊരു നല്ല കെട്ടുറപ്പുള്ള കുടുംബ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം. സമൂഹത്തിൽ ഈ പുരോഗമനമൊക്കെ നടക്കുമ്പോഴും ഇത് പെട്ടെന്ന് മടങ്ങി വരും. ആളുകൾ പെട്ടെന്ന് മടങ്ങി വരും. കാരണം ഇറ്റ്സ് നോട്ട് സസ്റ്റൈനബിൾ. ഇത് നിലനിൽക്കുന്നതേ അല്ല. ഇത് പ്രകൃതി വിരുദ്ധമാണ്. ഈ കുടുംബത്തിനപ്പുറത്തുള്ളതെല്ലാം പ്രകൃതി വിരുദ്ധമാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്, ദൈവം സൃഷ്ടിച്ചത്, ഈശ്വരൻ സൃഷ്ടിച്ചത് മനുഷ്യനെ ഇണകളായിട്ടാണ്. ആ ഇണകളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ലോകം ഇന്ന് വരെ വലുതായത്. അപ്പോൾ ഈ പ്രകൃതിയുടെ ഒരു ഘടനയുണ്ട്. ആ ഘടനക്കെതിരായിട്ടുള്ളതാണ് കുടുംബത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. ഭാര്യ, മക്കൾ, അങ്ങനെ സന്താന പരമ്പര, സന്താനോൽപാദനം, പ്രത്യുൽപാദനം എന്നൊക്കെ പറയുന്ന കാര്യം അത് സസ്റ്റൈനബിൾ ഗോളാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ നിലനിൽക്കാൻ, പ്രകൃതി നിലനിൽക്കാൻ ആവശ്യമുള്ള കാര്യമാണ്. നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുന്നതിനർത്ഥം പുരോഗമനം എന്നല്ല, അധോഗമനം എന്നാണ്. അത് താഴേക്ക് പോക്കാണ്. അതുകൊണ്ട് നമുക്ക് താഴേക്ക് പോകണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം, കുടുംബത്തെ സംരക്ഷിക്കണം, കുട്ടികളെ സംരക്ഷിക്കണം, അവർക്ക് വാല്യൂസ് കൊടുക്കണം. അവർക്ക് എത്ര വഴികളാണ് തുറക്കുന്നത് ഈ കാലം. എന്നെവിടെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് സിവിൽ സർവീസ് അക്കാഡമിയെക്കുറിച്ച്. എനിക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യം, ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല, ഇതൊക്കെ ബീഹാറികൾക്ക് പറഞ്ഞതാണ്, ഇതൊക്കെ യു പിക്കാർക്ക് പറഞ്ഞതാണ് എന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു സംഗതിയെ 2 വർഷം കൊണ്ട് ഇത് നമുക്ക് പറ്റിയതാണ്, കേരളത്തിന് പറ്റിയതാണ്, മലബാറിന് പറ്റിയതാണ് എന്ന് തെളിയിക്കാൻ സിവിൽ സർവീസ് അക്കാഡമിയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇത് നാളത്തെ ഇന്ത്യക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ്. അവിടെ അണ്ടർ പ്രിവിലേജ്ഡായ, അണ്ടർ റെപ്രസെൻറ്റേറ്റഡായ ഒരു കമ്മ്യൂണിറ്റിയെ അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയണം. ഞങ്ങൾ അവിടെ കൊടുക്കുന്നത് സിവിൽ സർവീസിൻ്റെ പരിശീലനം മാത്രമല്ല, മനുഷ്യരായി നിലകൊള്ളാനുള്ള വാല്യൂസ് കൂടിയാണ്.
ഒരുപക്ഷെ സിവിൽ സർവീസുകാരായിട്ട് മാറുന്ന IPSകാർക്കൊക്കെ ഉള്ള കുഴപ്പങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. സുജിത് ദാസിനെയും അജിത് കുമാറിനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അവർക്കില്ലാത്ത ഒരു ക്വാളിറ്റി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി വരുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അത് മനുഷ്യത്വം എന്ന് പറയുന്നത് മാത്രമാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ മനുഷ്യന്മാരെ സഹായം ആ കുട്ടിക്കും കിട്ടണം. ഓൻ പഠിച്ച കാലത്ത് മനുഷ്യന്മാർ മുഴുവനും ഓൻ ഇടങ്ങാറാക്കിയിട്ടുണ്ടെങ്കിൽ ഓൻ്റെ അടുത്ത് നിങ്ങൾ മനുഷ്യത്വം പ്രതീക്ഷിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങളോട് പലരും ചോദിച്ചു, നിങ്ങളൊരു സിവിൽ സർവീസ് അക്കാഡമി എങ്ങനെയാണ് ഇങ്ങനെ ഒരു പൈസയും വാങ്ങാണ്ട് നടത്തുക? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇതൊരു സമൂഹം അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ്, അവരുടെ മെറിറ്റിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ബാസിൽ അവിടെ നമ്മൾ അക്കാഡമിയിൽ വന്ന ആളാണ്. ഇത്തവണ നമ്മുടെ കോഴ്സിന് ചേർന്ന കുട്ടികൾ എയിംസിൽ നിന്ന് ഡോക്ടർമാർ വന്നു, ഡൽഹിയിൽ പഠിച്ച കുട്ടികൾ. IIT മുംബൈയിൽ നിന്ന് കുട്ടികൾ വന്നു, IIT മദ്രാസിൽ നിന്ന് കുട്ടികൾ വന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് 60% കുട്ടികൾ വന്നു. ഒരു കാലത്ത് മലബാറിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറിയവർ, തീവണ്ടി കയറിയവർ ഇന്ന് ഡൽഹിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് തിരിച്ചു വന്നു എന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളവരോട് പറയുന്നത്, നിങ്ങളെ ഒരു സമൂഹം പഠിപ്പിക്കുകയാണ്, നിങ്ങളൊരു സമൂഹം പഠിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളൊന്നും തിരിച്ചു തരണ്ട. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഒരു ഫയലുമായിട്ടൊരു പാവപ്പെട്ട മനുഷ്യൻ വരുമ്പോൾ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യന് ഞങ്ങൾ ഇന്ന് തന്നത് നിങ്ങൾ തിരിച്ചു കൊടുത്താൽ മതി എന്നാണ് ഞങ്ങൾ അവരെ പഠിപ്പിക്കുന്ന വാല്യൂസ്. ആ വാല്യൂസാണ് മതം, ആ വാല്യൂസാണ് സംസ്കാരം, ആ വാല്യൂസാണ് മാനവികത. നമുക്ക് ആ മാനവികതയാണ് വേണ്ടത്. ആ മാനവികത ഉണ്ടാവണമെങ്കിൽ വാല്യൂസ് ഉണ്ടാവണം. വാല്യൂസ് ഇല്ലാതെ നമുക്കൊരിക്കലും മനുഷ്യരിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ക്വാളിറ്റിയുള്ള കുട്ടികളെ നമുക്കുണ്ടാക്കണം. നമുക്കിടയിൽ നിന്ന് അവരുടെ അവസരങ്ങളുടെ അനന്തമായൊരു ലോകത്ത് അവർ നിൽക്കുകയാണ്. ഇപ്പം മനുഷ്യനെയാണ് ആവശ്യം, അല്ലേ? വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ടാവും ഇവിടെ. നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ HR കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്നുണ്ട്. കിട്ടുന്നുണ്ടോ? HR വളരെ പ്രശ്നമാണ്. നല്ല ക്വാളിഫൈഡ് ഹാൻഡ്സിനെ കിട്ടുന്നില്ല. മനുഷ്യന്മാരെ തന്നെയാണ് ലോകത്തിന് വേണ്ടത്, ആളുകളെ വേണ്ടത്. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള കുട്ടികളെ നമുക്കുണ്ടാക്കണം. ഞാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ കാര്യത്തിൽ കൂടി വളരെ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ക്വാളിറ്റിയുള്ള, വാല്യൂസുള്ള പുതിയ ജനറേഷനിലെ ഏറ്റവും നല്ല സ്കിൽഡായ മനുഷ്യന്മാരെ നിങ്ങളുണ്ടാക്കുന്നുണ്ട്. മതം എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമാണ്, ഏറ്റവും ആധുനികമാണ്. ടൈം ട്രാവലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്തും മതം അതിനും കൂടി ഫിറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന് മുമ്പോട്ടും പിമ്പോട്ടും യാത്ര ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച്, ടൈം മെഷീനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലും ഇസ്ലാം അപ്ഡേറ്റഡ് ആണ് എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് ഈ ദീനുണ്ട് എന്നുള്ളതാണ്, നമുക്ക് ഈ മതമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ മഹാവിജയം. നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ മതമാണ്, സ്വഭാവമാണ്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ സവിശേഷത? പ്രവാചകൻ്റെ ഹുസ്നുൽ ഖുൽഖാണ്, നല്ല പെരുമാറ്റമാണ്, നല്ല പെരുമാറ്റമാണ്. ആളുകളോട് പുഞ്ചിരിക്കുന്നതിൽ പോലും സദഖയുണ്ട്. എന്തിനങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത്? ഒന്ന് ഫ്രീ ആവാൻ. അള്ളാഹുവിൻ്റെ റസൂല് കൊടുക്കുന്ന പോസിറ്റീവ് എനർജി നിങ്ങൾ നോക്ക്. കമ്മ്യൂണിറ്റിയിലേക്ക്, സമൂഹത്തിലേക്ക്, ആളുകളിലേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി, അതാണ് മതം. അതെന്ത് മനോഹരമായിട്ടാണ്! സേവന സന്നദ്ധതയുടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ, ചേർത്തു നിർത്തലിൻ്റെ, ലോൺലിനെസ്സിനെതിരായിട്ടുള്ള, നിങ്ങൾ നോക്കൂ, ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളൊരു സമൂഹമാണ്, ഏറ്റവും നല്ല ഉത്തമ സമൂഹം. ആ ഉത്തമ സമൂഹത്തിൻ്റെ പ്രതിനിധികളായി വളരുന്ന കുട്ടികളെ നമുക്ക് ഉത്തമരായി വളർത്താൻ സാധിക്കണം. അതിനെൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ മക്കൾക്ക് ക്വാളിറ്റി ടൈം കൊടുക്കണം, ക്വാളിറ്റി ടൈം കൊടുക്കണം. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഓരോരുത്തരോടും പറയണം, ഇന്ന് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കൊണ്ടുവരേണ്ടത് ഈ വീട് സന്തോഷിപ്പിക്കുന്ന ഒരു എലമെൻ്റ് ആവണം. നിങ്ങളെൻ്റെ കുട്ടികൾ ഓരോരുത്തരും വീട്ടിലേക്ക് വരുമ്പോൾ അവർ കൊണ്ടുവരേണ്ടത് കുറേ ഗിഫ്റ്റ് പാക്കല്ല,
അവർ കൊണ്ടുവരേണ്ടത് ഈ വീടിനെ സന്തോഷിപ്പിക്കുന്ന ഒരെലമെൻ്റ് മതി. ആ എലമെൻ്റാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നത്. വീടൊരു പൂന്തോട്ടമാക്കണം. വീടൊരിക്കലും ഒരു ഖബറായി പോകരുത്. വീട് പൂന്തോട്ടമാകണം. ആ പൂന്തോട്ടം നമ്മുടെ സമൂഹത്തിന് പ്രസരിപ്പിക്കണം. ഒരു ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയുടെ ക്വാളിറ്റിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ വീട്ടിലേക്ക് നോക്കൂ എന്നാണ്. ഞാൻ US പോയപ്പോൾ കണ്ട മറ്റൊരു കാഴ്ച, ഒരു വെള്ളിയാഴ്ച ഞാൻ ജുമാക്ക് കൂടിയാണ്. ആ ജുമ കഴിഞ്ഞപ്പോൾ അവിടെ ഷഹാദ സ്വീകരിക്കാൻ, കലിമ ചൊല്ലാൻ ആളുകളുണ്ട്. വൈ ദേ ആർ കമ്മിങ്? അവർ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് അവരുടെ ലോൺലിനെസ് കൊണ്ട്, അവരുടെ ഒറ്റപ്പെടൽ കൊണ്ട്, അവരനുഭവിക്കുന്ന മാനസിക വ്യഥകൾ കൊണ്ട് അവർക്കൊരു താങ്ങ് വേണം. മനുഷ്യരുടെ താങ്ങ് മാത്രം പോരാ. അതാണ് ഞാൻ പറഞ്ഞത്, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ മൗല വ നിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹ്, അല്ലാഹ് മതി എന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ കൾച്ചേർഡായ ഒരു സൊസൈറ്റിയിലേക്ക് ഉയരാൻ ഈ കുടുംബസംഗമം പ്രേരകമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.